സോ ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു നല്ല വീഡിയോ ഇടുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, പിന്നെ കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു എനിക്ക്. ഗീവ് അവേ, അതുപോലെ തന്നെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്സാണ്. എന്ന് വെച്ചാൽ അക്കാഡമിക് വൈസ് ആയിരുന്നാലും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ 4th സെമ്മാണ് ഞാൻ ഇപ്പോൾ. സോ എനിക്ക് പോസ്റ്റിങ്സ് ഉണ്ട്, കുറേ റിക്വയർമെൻറ്റ്സ് എഴുതി തീർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. എടുത്തു വെച്ച വീഡിയോ അത് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല, വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല, ഒന്നിനും സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൂഡൊക്കെ അങ്ങ് പോയി. പിന്നെ അതുപോലെ തന്നെ ലൈഫിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ഓവർകം ചെയ്ത് വന്ന് നൗ ഐ ആം ലീഡിങ് എ ഹാപ്പി ലൈഫ്. അപ്പോൾ അതുകൊണ്ട് ഇനി തൊട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അയ്യോ ഞാനത് ശ്വാസം വിടട്ടെ. ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ടോപ്പിക്കിനെ പറ്റി പറയാനോ ഒന്നുമല്ല. എൻ്റെ തന്നെ ലൈഫിൽ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളെ പറ്റി ഷെയർ ചെയ്യാനല്ല, എനിക്ക് എന്തോ വീഡിയോ ഇട്ടിടാൻ തോന്നി. കാരണം ഈ വീഡിയോ എടുക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട്. അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു ഏജിൽ ഞാൻ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, ലൈക്ക് എന്താ പറയുക, ഞാൻ എത്രത്തോളം മാറിയിട്ടുണ്ട് എന്നൊക്കെ എനിക്കും ഒരു ലൈഫിൻ്റെ ചെറിയൊരു ക്യാപ്സ്യൂൾ പോലെ ഇതിനകത്ത് തന്നെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അറ്റ് മൈ ഏജ് ഓഫ് 20 ഞാനും കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ. ലൈക്ക് അപ്പോൾ ഓരോ ആൾക്കാരുടെ അവരുടേതായിട്ടുള്ള ലൈഫിൽ കുറേ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. ഫാമിലി, ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, അങ്ങനെ കുറേ ഇഷ്യൂസിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞാനും അങ്ങനെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. സോ നോട്ട് ഫ്രം മൈ ഫാമിലി സൈഡ്. എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് അതെടുത്ത് പറയാം, ഫാമിലിയിൽ നിന്ന് എനിക്കൊരു ഇഷ്യൂസ് ഇതേവരെ ഉണ്ടായിട്ടില്ല. കാരണം എനിക്കെന്ത് പറയണമെന്ന് അറിയത്തില്ല. ബിക്കോസ് ഐ എം സോ ലക്കി ടു ഹാവ് ദം ഇൻ മൈ ലൈഫ്. കാരണം എന്ത് ഇഷ്യൂ എന്ന് വെച്ചാൽ അതിപ്പോൾ എല്ലാവർക്കായിരുന്നാലും നമുക്ക് എന്ത് ഇഷ്യൂ വന്നാലും ലാസ്റ്റ് കൂടെ കാണുന്ന ഒരേ ആൾക്കാർ നമ്മുടെ ഫാമിലി ആയിരിക്കും. വേറെ ആരും കൂടെ നടക്കുന്ന ആരും കൂടെ കാണൂല. അതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് പഠിച്ചൊരു ലെസൺ എന്ന് പറയുന്നത്. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. സ്റ്റിൽ ഐ എം താങ്ക്ഫുൾ ടു ഗോഡ്. അതെല്ലാവർക്കും അങ്ങനെയാണ്, എനിക്കും അതുപോലെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്തോ അവിടുത്തെ ഓപ്പണാക്കി സംസാരിക്കാം. എനിക്ക് എന്ത് ഇഷ്യൂ വന്നാലും അവരായിരിക്കും എൻ്റെ കൂടെ ലാസ്റ്റ് വരെയും കാണുന്നത്. എൻ്റെ അമ്മ, അച്ഛൻ, ചേട്ടൻ, ഈ 3 പേരും എൻ്റെ ലൈഫിൽ എത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ആളാണ്. പക്ഷെ നമ്മളൊന്നും അങ്ങനെ എന്ത് പറയുക, നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരല്ല. ഞാൻ ഒന്നും അവരോട് അങ്ങനെ ഷെയർ ചെയ്യാത്ത ഒരാളായിരുന്നു. ബട്ട് എനിക്കൊരു എന്താ പറയുക, ഒരു പോയിന്റിൽ ഞാനങ്ങ് ഇല്ലാണ്ടായ സമയത്ത് എനിക്ക് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നാണ് എനിക്ക് കൂടുതൽ ഇത്തുകൂടെ ഫാമിലിയായിട്ട് ഇത്തിരി ക്ലോസ് ആവാൻ, ഇപ്പോൾ ഞാൻ കാണുന്ന ഹാപ്പി ആവാനും കാരണം അവരാണ്. അപ്പോൾ എനിക്കത് ആദ്യം നിങ്ങളടുത്ത് പറയാനുള്ളത്, എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലി മാത്രമേ കാണത്തുള്ളൂ. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഞാൻ ഇന്നലെ വരെ കണ്ട ഞാനല്ല. അതായത് ഞാൻ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളും അതുപോലെ ഓരോ കാര്യങ്ങൾ കാണുന്ന ആ ഒരു കാഴ്ചപ്പാടും അതുപോലെ ചിന്തിക്കുന്ന രീതി എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അതിനൊക്കെ ഓരോ അനുഭവങ്ങളും ഉണ്ട്. കാരണം മുമ്പത്തെ ഞാനല്ല ഇപ്പോൾ. മുൻപത്തെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര സില്ലിയായിരുന്നു. സില്ലി എന്ന് വെച്ചാൽ എന്താ, ഭയങ്കര ഫ്രണ്ട്ഷിപ്പിനായിരുന്നാലും എടുത്ത് പൊക്കി വെച്ചുകൊണ്ട് നടക്കും. കാര്യങ്ങളൊക്കെ എല്ലാം ഒരു കളി രീതിക്കായിരുന്നു. ഇപ്പോൾ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് കൊടുത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല. ഇപ്പം എനിക്ക് ലൈഫിൽ ആരും വേണ്ട എന്നുള്ള രീതിക്ക്. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. അപ്പോൾ കാണുന്നവർക്ക് പറയാൻ പറ്റുമോ അവൾ നന്നായിട്ട് മാറിയിട്ടുണ്ട്, അവൾക്ക് നമ്മൾ പോയാലും വിഷമമൊന്നും കാണത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ പറയാം. പക്ഷെ ഒരിക്കലും അല്ല. വിഷമം ഉണ്ടെങ്കിലും എന്താ പറയുക, ആരെയും നമുക്കൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതനുസരിച്ചിട്ട് ഞാൻ ഇപ്പോൾ എനിക്കാരും വേണ്ട, എന്നെ മനസ്സിലാക്കുന്നവർ കൂടെ മതി എന്നുള്ള ലെവലിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. എന്നൊക്കെ ചിന്തിക്കാനായിട്ട് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഒരു വേസ്റ്റ് പോയിന്റിൽ ലൈഫ് വരെ അങ്ങൊന്ന് അവസാനിപ്പിച്ചാലോ എന്ന് തോന്നിയൊരു ടൈമിൽ എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു. ഈ പറയുന്ന ആരും എൻ്റെ കൂടെ ഇല്ലായിരുന്നു. അന്ന് എൻ്റെ ഫാമിലിയും അതുപോലെ 2 കോളും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ കാണുന്ന ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അതല്ലാണ്ട് എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അതെനിക്ക് വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ഒരു കളിയിലും ചിരിയിലും ഈ ഒരു ചെറിഷിങ് മൂമെൻറ്റ്സിലൊക്കെ എല്ലാവരും വേണമെന്ന് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന ആരും, ഇപ്പം എല്ലാവർക്കായിരുന്നാൽ തന്നെ ഈ പറയുന്ന ആരും ഒരു ഇഷ്യൂ വരുമ്പോൾ കൂടെ കാണണമെന്നില്ല. ഐ എം നോട്ട് സെയിങ് ഐ എം എ പെർഫെക്റ്റ് പേഴ്സൺ. അതായത് എല്ലാവരും ഇങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ ലൈഫ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുറേ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, കുറേ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാവരും അങ്ങനെയാണ്. പക്ഷെ ആരും അതൊന്നും പറയത്തില്ല. അവർക്ക് ഇതുപോലെ ഞാൻ അനുഭവിച്ച ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അനുഭവിച്ചതുപോലെ അവരും അനുഭവിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ആ ഒരു ഡെപ്ത് അവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുവരെ അവർക്കെല്ലാം എന്തും പറയാം. ആരും ഈ ലോകത്ത് 100% പെർഫെക്റ്റ് അല്ല. അത് അവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ബട്ട് സ്റ്റിൽ ദേ ആർ, എന്താ പറയുക,
സ്റ്റിൽ അവർ ബാക്കിയുള്ളവരെ പറയും, പല കാര്യത്തിലും ഒരു കുറ്റപ്പെടുത്തുമായിരിക്കും. പക്ഷെ സ്വന്തമായിട്ടൊന്ന് ആലോചിക്കുമ്പോൾ എല്ലാവരുടെ റിലേഷനിലായിരുന്നാലും എല്ലാത്തിലും ഇങ്ങനെ ആയിരിക്കും. പക്ഷെ പുറത്ത് ഒരു ഈ ഇഷ്യൂ വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ പുറത്ത് എന്താ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് കുറ്റപ്പെടുത്താനാണെങ്കിൽ കുറേ പേര് കാണും, കൂടെ നിൽക്കാനാണെങ്കിൽ വളരെ കുറച്ച് പേരെ കാണും. അപ്പോൾ അതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്ന് പറയാൻ പോലെയാണ്. എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഓരോന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് അവരിങ്ങനെ പോയത് നന്നായി എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കിപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിലെടുത്ത എല്ലാ ഡിസിഷനും ഭയങ്കര റൈറ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം തോന്നുന്നതല്ല, അതായിരുന്നു. നമുക്കത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും, കാരണം അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അവരൊന്നും അനുഭവിച്ചിട്ടില്ല. അത് അവരുടെ ലൈഫിൽ വരുമ്പോൾ അവരെന്ത് ഡിസിഷൻ എടുക്കുമെന്ന് നോക്കാം. അതല്ലാണ്ട് ഞാൻ എൻ്റെ ലൈഫിലെടുത്ത എല്ലാ ഡിസിഷനും ഭയങ്കര റൈറ്റ് ആയിരുന്നു. ഐ ആം ദ മോസ്റ്റ് ലക്കിയസ്റ്റ് ഗേൾ. കാരണം ദൈവമായിട്ട് എന്നെ കുറേ കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കര ലക്കാണ്. അത് എത്രത്തോളം ആൾക്കാർക്ക് പറഞ്ഞു തരില്ല, അത് എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഐ ആം ദ മോസ്റ്റ് ലക്കിയസ്റ്റ് ഗേൾ. ഒരു റിലേഷൻ കേസ്, ആ ഒരു ലെസൺ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചെന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് തിങ്ക് ട്വൈസ് ബിഫോർ യു ഗെറ്റ് ഇൻ ടു യുവർ റിലേഷൻഷിപ്പ്. തിങ്ക് ട്വൈസ് അല്ല, എത്രത്തോളം ചിന്തിക്കാൻ പറ്റുമോ അത്രത്തോളം ചിന്തിച്ചിട്ടായിരിക്കണം ബി വിത്ത് എ മെച്ചുവർഡ് പേഴ്സൺ. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ കാണുന്നതൊന്നും അല്ല ലൈഫ്. ജസ്റ്റ് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നു, കാണുന്നു, സംസാരിക്കുന്നു, എന്താ പറയുക, ഭയങ്കരമായിട്ട് എനിക്ക് ഇപ്പോൾ ചില ലവൊക്കെ എനിക്കിപ്പോൾ കാണുമ്പോൾ ചിരി വരാറുണ്ട്. കാരണം ഞാൻ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ചിരി വരാറുണ്ട്. ഇതൊന്നും അല്ല ഒരു ലവ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഏറ്റവും വേസ്റ്റ് ഡിസിഷൻ എടുക്കുന്നത് ഈ ഒരു സെലക്ഷനിലാണ്, പാർട്ട്ണർ സെലക്ഷനിലാണ്. അപ്പോൾ അതൊക്കെ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരാറുണ്ട്. പക്ഷേ ഇതെല്ലാം ഓരോ ലെസണായിട്ട് എൻ്റെ ലൈഫിലുണ്ട്. അതൊക്കെ കാരണം ഞാൻ ഇതുകൂടെ മെച്ചുവേർഡായി. എന്താ പറയുക, എനിക്കൊന്നും ഒരു ലവ് എന്ന് പറയുന്നത് ഇസ് എ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, റെസ്പെക്റ്റിങ്, ഇതൊക്കെയാണ്. അതല്ലാണ്ട് ഈ ഡ്രസ്സ് ഇടരുത്, ആ ഡ്രസ്സ് ഇടരുത്, ആളടുത്ത് മിണ്ടരുത്, നീ പോകുമ്പോൾ അല്ല എവിടെയെങ്കിലും പോകണമെങ്കിൽ എൻ്റെ അടുത്ത് അറിയിക്കുക, ഇൻസ്റ്റാ പാസ്വേഡ്, വാട്സപ്പ് പാസ്വേഡ്, ഇതൊന്നും അല്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. സീരിയസ്ലി എനിക്ക് തോന്നി തുടങ്ങിയത് ഇപ്പോഴാണ്. അതിന് മുമ്പ് വരെ ഇവരിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ലൈക്ക് അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ പൊസസീവ് അതൊക്കെ കൊണ്ടായിരിക്കാം എന്ന് നമ്മൾ വിചാരിച്ചു പോകും. ബട്ട് അതൊന്നുമല്ല എന്ന് എനിക്ക് റിലേഷൻഷിപ്പിനെ പറ്റി ഭയങ്കരമായിട്ട് ബോധോദയം ഉദിച്ചത് ഈ ഒരു ടൈമിലാണ്. അതിലിപ്പം സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, someone leaves from your life is someone better to come. അതുപോലെ തന്നെയാണ് എനിക്കിപ്പോൾ നിൽക്കുന്നതിന് ഐ എം വെരി ഹാപ്പി ഇൻ എവരി റിലേഷൻ. അതായത് ഇപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടുള്ളതിലും അല്ലാണ്ടുള്ളതിലും ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ റിലേഷൻഷിപ്പിനെ പറ്റിയെല്ലാം ഷെയർ ചെയ്യുന്നത് അതൊക്കെ എൻ്റെ ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്കറിയാം, നമുക്കൊരു വിഷമം വരുമ്പോൾ പറയുന്നത് കേൾക്കാറുണ്ട്, നമ്മൾ ഒരാൾക്ക് അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷമം അങ്ങ് പോകും. വാട്ട് ഇഫ് ആ ഒരാൾ നമ്മളെ ചതിച്ചാൽ എന്തോ ചെയ്യും? അതായിരുന്നു എൻ്റെ ലൈഫിലൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ളത്. കാരണം നമ്മളെല്ലാം ഷെയർ ചെയ്യുമ്പോൾ ഒന്നും ഷെയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒറ്റയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ എന്തായാലും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ അത് ഷെയർ ചെയ്യാണ്ട് നമ്മൾ ഓവർകം ചെയ്ത് വരാൻ പഠിച്ചിട്ട് ഒട്ടും പറ്റാതാകുമ്പോൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞാൻ അങ്ങനെ ആയിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാനത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തതാണ്. വേറെ ആരും എൻ്റെ കൂടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭാഗത്ത് കുറേ മിസ്റ്റേക്ക് ഉണ്ട്. ലൈക്ക് ഞാൻ കുറേ പേരെ ഞാൻ കാരണം വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഐ എം നോട്ട് സേയിങ് ഐ എം എ പെർഫെക്റ്റ് പേഴ്സൺ. പക്ഷേ ഒന്ന് ആലോചിക്കുമ്പോൾ ഒന്നും അല്ല, എല്ലാവരും ഇങ്ങനെയാണ്. പക്ഷെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ അവരുടെ ലൈഫിൽ വരുമ്പോൾ അത് അവർക്ക് കോറിലേറ്റ് ചെയ്ത് വരാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ ലൈഫിൽ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഓരോ ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കാണും. പക്ഷെ അങ്ങനെ കിട്ടിയാൽ മാത്രമേ ലൈഫ് ബെറ്റർ ആവത്തുള്ളൂ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടി ഇത്തിരി മെച്ചുവേർഡ് ആയത്. സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ഇത്തിരി ലൈഫിനെ പറ്റി ബോധറായി തുടങ്ങിയത്. എനിക്ക് ഇങ്ങനത്തുള്ള കുറച്ച് പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു വന്നുകൊണ്ട് മാത്രമാണ്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ലൈക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ ഫാമിലി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ റിലേഷൻ കേസ്, ഒരു എടുത്തുചാട്ടം എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അന്നും ഇന്നും എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി. കുറേ കാര്യങ്ങൾ പഠിക്കാൻ. ഈ കാണുന്നതൊന്നും അല്ല ഒരു ലൈഫ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ പ്രൗഡ്, ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക. നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞേക്കുമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഫ്രണ്ട്ഷിപ്പ് കേസ് ആയിരുന്നാലും കുറേ പേരെ എനിക്ക് മനസ്സിലാക്കി നിൽക്കുന്ന കുറേ പേരെ, ഞാൻ വാല്യൂ കൊടുക്കാണ്ടിരുന്ന കുറേ പേര് ആണ് എനിക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. അതല്ലാണ്ട്
എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റി. കുറേ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. എല്ലാം അതെല്ലാവർക്കും പറ്റുന്നത് തന്നെയാണ്. അന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. അന്ന് എനിക്ക് ഓരോന്ന് ആലോചിച്ചിട്ട് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് അതിൽ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് അതിലെല്ലാം സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ ലീഡ് ചെയ്യുന്ന ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് ആരെയും ബോധർ ചെയ്യേണ്ട, ആരത്തൊന്നും കൂടുതലായിട്ട് ഷെയർ ചെയ്യാൻ തോന്നുന്നില്ല. ലൈക്ക് കൂടെ ഉള്ളവരുടെ അടുത്ത് മാത്രം എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അതുപോലെ തന്നെ ഫാമിലി, അവിടുത്തെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റി. മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ എന്താ കൂടെ ലൈക്ക് ആർക്കോ വേണ്ടി കുറേ ലൈഫ് എൻ്റെ വേസ്റ്റാക്കി കളഞ്ഞ പോലെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ വാല്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഇഷ്യൂസൊക്കെ ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാണോ അതോ 20 വയസ്സിൽ താമസിച്ചു പോയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാവരും ഓൾറെഡി ഓരോ ആൾക്കാർക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഇതൊക്കെ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ കുറേ ലൈക്ക് ഒരു കൂടെ നിന്നവരിൽ നിന്നും ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പിണക്കമായിരുന്നാൽ തന്നെ എല്ലാത്തിൽ നിന്നൊരു മാറ്റി നിർത്തി ഒരു ലൈഫിൽ കൂടെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ എനിക്കതൊട്ടും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ നൗ എനിക്ക് എല്ലാത്തിലും പറ്റുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൂടെ ആരും കാണത്തില്ലട, ഈ പറയുന്ന ആരും ഇപ്പോൾ ഈ കാണുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ അതിലൊന്നും തോന്നുന്നില്ല. എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നതിലൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതിലൊരു സങ്കടമോ സന്തോഷമോ ഒന്നും തോന്നാറില്ല. കാരണം ഞാൻ അനുഭവിച്ചത് എൻ്റെ ആ ഒരു പെയിനും ആ ഒരു സിറ്റുവേഷനൊക്കെ എനിക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അതെനിക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനിയുള്ള എന്ത് സിറ്റുവേഷൻ, ഇനി എൻ്റെ ലൈഫിൽ വന്നാലും എനിക്കത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അതെനിക്ക് ഓവർകം ചെയ്ത് വരാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം അത് അങ്ങനെ ഒരു ചിന്ത എന്നിൽ എത്തിച്ച കുറേ പേർക്ക് ഇപ്പോൾ നന്ദിയുണ്ട്. എൻ്റെ ഒരു അത്രയും വെറുത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് വരെ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെന്നിട്ട് ഒരു താങ്ക് യു പറയണമെന്നുണ്ട്. കാരണം അവർ കാരണമാണ് എൻ്റെ ലൈഫ് ഇപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എനിക്ക് പറയാനായിട്ട്. ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യുന്ന മുമ്പായിട്ട് പറയാനായിട്ടുള്ളത്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചോയ്സസ് ഉണ്ട്. അത് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കും. അവരുടെ ഫീലിങ്സ് അവർക്ക് എത്രത്തോളം ഓരോ കാര്യങ്ങൾ എല്ലാവർക്കും. ഇപ്പം ഞാൻ കാരണം കുറേ പേർക്ക് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട്. വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട്, സങ്കടം വന്നിട്ടുണ്ട്, എന്നിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരുണ്ട്. ബട്ട് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കും. നിങ്ങൾക്കൊരു അനുഭവം ഇതേപോലത്തെ എന്തനുഭവം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളതെങ്ങനെ ഫേസ് ചെയ്യും, അതും കൂടെ ആലോചിച്ചിട്ട് നമ്മൾ ഓരോ ആൾക്കാരെ അവോയ്ഡിങ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയുവാണെങ്കിലും അതൊക്കെ മനസ്സിലാക്കണം. കാരണം അത് എല്ലാവരും ഓരോ രീതിക്ക് എടുക്കുക. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി സപ്പോർട്ടുണ്ട്. അതുപോലും ഇല്ലാത്ത കുറേ ആൾക്കാർ കാണും. ഫാമിലി നിന്ന് അവർക്ക് ഒരു സപ്പോർട്ട് കിട്ടാത്ത ആൾക്കാർ കാണും. ഫ്രണ്ട്സിൽ നിന്ന് ഒരാൾ കൂടി, ഇപ്പോൾ എനിക്ക് പറയാനായിട്ട് എനിക്ക് ഒരാളല്ല, എനിക്ക് 2-3 പേര്, 2-3 അല്ല, ഒരു ചേർത്ത് വെച്ച ഒരു 5 പേരെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന കൂടെ ഉണ്ട്. അതില്ലാത്ത കുറേ പേര് കാണും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇത്രയും ഓരോ ഇഷ്യൂ വരുമ്പോൾ, ചെറിയ ഇഷ്യൂ മതി അവർക്കത് ചിലപ്പോൾ എന്താ പറ്റുക, ഓവർകം ചെയ്ത് വരാൻ പറ്റത്തില്ലായിരിക്കാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരിക്കലും ഒരാളെ എന്ത് പറയാനായിട്ട് മാറ്റി നിർത്താൻ പാടില്ല എന്ന് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് കിട്ടിയ ലിസണാണ്. ഞാൻ ഇന്നേവരെ ഞാൻ പറയുക, ഞാൻ എം നോട്ട് എ പെർഫെക്റ്റ് പേഴ്സൺ. പക്ഷേ ഇപ്പോൾ എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ പഠിച്ച സ്ഥിതിക്ക് ഞാൻ ഇപ്പോൾ ഐ എം വെരി പെർഫെക്റ്റ് നൗ എന്ന് എനിക്ക് സ്വന്തമായിട്ട് പറയാൻ പറ്റും. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ. കാരണം ഞാൻ അത്ര എന്താ പറയുക, അത്ര ഒരു ലൈഫ് സിറ്റുവേഷനിൽ നിന്ന് ഞാനത് ഓവർകം ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. നൗ ഐ ആം വെരി ഹാപ്പി. എല്ലാത്തിനും കൂടെ നിന്ന് എല്ലാവർക്കും, അതുപോലെ തന്നെ എല്ലാവർക്കും എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തതിൽ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇതിനകത്ത് തന്നെ കിടക്കട്ടെ. എനിക്ക് എന്തെങ്കിലുമൊക്കെ കുറേ വർഷം കഴിഞ്ഞിട്ട് എനിക്കെടുത്ത് നോക്കുമ്പോൾ എനിക്ക് തന്നെ ജസ്റ്റ് എനിക്ക് തന്നെ അത് ആലോചിക്കാൻ പറ്റും, ഓരോ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഐ എം വെരി താങ്ക്ഫുൾ ഫോർ എവറിത്തിങ്. എല്ലായിടത്തും എനിക്ക് ഇനി തൊട്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് ഞാൻ വീഡിയോസ് ഇടുന്നതാണ്. സോ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, ബൈ.